ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ അമ്മയും കൂടെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് റൈസ് ഇതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വിസിൽ കയറ്റാം. അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകിയതുണ്ടായിരുന്നു വിരിക്കാനായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ അതാ എൻ്റെ മോൾ എന്നെ കൂടെ വന്ന് എൻ്റെ കൂടെ സഹായിക്കുവാണ്. അവളെപ്പം ഞാൻ തുണി കഴുകാൻ പോയാലും അവൾ എന്നെ സഹായിക്കാനായിട്ട് സഹായം എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തു തരലാണ് കേട്ടോ. അതിപ്പോൾ ചിലപ്പോൾ സഹായം ചെയ്യും, ചിലപ്പോൾ ഈ സഹായം ചെയ്യുന്ന ആളിനെ ഉപദ്രവവും ചെയ്യും. തുണികളെല്ലാം കൂടെ തറയിൽ വരിയിടും. അപ്പോൾ ഇപ്പം എന്നെ സഹായിക്കുവാണ്. നല്ല അവളെ കൊണ്ടത് എടുക്കാനേ പറ്റില്ല, എന്നാലും അവൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് തന്നുകൊണ്ടേയിരിക്കും. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള മൂപ്പിച്ചത് അങ്ങ് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടില്ലേ, ആ ഒരു സവാളയാണത്. അമ്മ ഇങ്ങനെ മൂപ്പിക്കുകയാണത്. നല്ലൊരു ബ്രൗൺ കളറിലാവണമല്ലോ അത്. അപ്പോൾ അമ്മ അതെങ്ങനെ ഇളക്കിയൊരു ബ്രൗൺ കളറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മാറ്റി അത് വെക്കാം. അത് ലാസ്റ്റത്തെ പരിപാടിയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി അല്ല സവാളയാണ് കേട്ടോ. അപ്പോൾ ആ സവാളയും പച്ചമുളകും, ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് അടുക്കളയിൽ വേറൊരാളും കൂടെ ഉണ്ട്, എൻ്റെ മോളും. അവളിങ്ങനെ അടുക്കളയും റൂമായിട്ട് അവളിങ്ങനെ അങ്ങനെയും അങ്ങ് നടക്കും. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ കുനുകുനാന്നില്ല, ചോപ്പറിൽ അരിഞ്ഞത് കൊണ്ട് ഇതിങ്ങനെ കുനുകുനാന്നായിപ്പോയത്. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു ജ്യൂസ് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ കറി എത്താണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വറ്റണം, നല്ലപോലെ ഒന്ന് വറ്റി. എന്നിട്ട് നമുക്ക് റൈസും ഇതും കൂടെ ആയിട്ടൊന്ന് മിക്സ് ആക്കാം. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കുകയാണ്. കുറച്ച് തൈരും സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് ഒരു സലാഡ് ഉണ്ടാക്കുകയാണ്. ബിരിയാണി ആകുമ്പോൾ കുറച്ച് സലാഡ് ഇല്ലാതെ എങ്ങനെയാണ്, അപ്പോൾ കുറച്ച് സലാഡ് ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളവിടെ ആ ചിക്കൻ കറി ഇരുന്ന് അങ്ങ് തിളച്ച് ഏതാണ്ടൊക്കെ വറ്റിയിട്ടില്ല, വറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏതാണ്ടൊക്കെ വറ്റി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ അവിടെ വേറൊരു പാത്രത്തിൽ ഇത് വെച്ചിട്ടുണ്ട്, നെയ്യും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ റൈസൊക്കെ ഇട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കുവാണ്. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ പീസുകൾ ഇട്ടു. കുറച്ച് ചാറും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് റൈസും കൂടെ ഇടും. നമ്മളങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് തോന്നിയതാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ഒരുപാട് മസാലകളൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെന്നും ചോറും കറിയൊക്കെ അല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടൊന്ന് വിചാരിച്ചത് ഇന്നൊന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. വീണ്ടും കുറച്ച് ചിക്കനൊക്കെ ഇട്ടു. എന്തായാലും നമുക്ക് ബാക്കി ആ ചിക്കനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് അങ്ങ് ദമ്മിട്ട് മാറ്റി വെക്കാം, ഇപ്പോൾ രാത്രിയും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ചിക്കനും കൂടെ ഉണ്ട്, നമുക്കതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ഒരു ചാറും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ചോറിട്ട് കൊടുക്കാം. ഏതാണ്ട് കറി തീർന്നു. അപ്പോൾ ആ ബാക്കിയുള്ള ആ ഒരു ചാറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് ചോറും കൂടെ ഉണ്ട്,
ആ ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് അതിലോട്ട് അങ്ങ് തട്ടിയിടാം. അപ്പോൾ ഇത് നമുക്ക് രാത്രിയും കഴിക്കാം, ഉച്ചയ്ക്കും കഴിക്കാം. അപ്പോൾ അത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചോറും ആ ചിക്കൻ കറിയും എല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സവാള നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇടണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ചോറെല്ലാം നമ്മളിങ്ങനെ ഇനി നമുക്ക് ആ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ആ ഒരു ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കണം, നെയ്യിലിട്ട് വഴറ്റിയെടുത്തത്. അപ്പോൾ അതാ സവാള ഫുള്ളായിട്ട് വെതറി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അണ്ടിപ്പരിപ്പും അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നെയ്യുണ്ട്. അപ്പോൾ ആ നെയ്യും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഊണ് കഴിക്കാനുള്ള ഒരു സമയമായി. ഇനി നമുക്കിതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെക്കാം. കാരണം ആ നെയ്യ് ഉള്ളിലോട്ട് അടിയിലോട്ടായിട്ട് അങ്ങോട്ട് ഇറങ്ങണം. നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം, എന്നിട്ട് നമുക്ക് തുറന്നിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ കുറച്ച് നേരം അടച്ചു വെച്ചു. അപ്പോൾ നല്ലൊരു മണം വന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ഞാൻ എടുത്ത് കോരുകയാണ്. ഇത് മോൾക്ക് വേണ്ടി കോരുകയാണ്. ആദ്യം അവൾക്ക് തന്നെ കൊടുക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. അവൾക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവൾക്ക് കൊടുക്കാം. ആദ്യം അവൾക്ക് കൊടുത്താലേ എനിക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അവൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സലാഡും കൂടെ എടുത്തിട്ടുണ്ട്. അവൾ ഈ സവാള ഒന്നും കഴിക്കാത്തതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ അവൾക്ക് കൊടുക്കുവാണ്. അവൾ കുഴപ്പമില്ല, അവൾ കഴിക്കണുണ്ട്. ഇപ്പം കറക്റ്റായിട്ട് ഞാൻ കഴിച്ചാലേ ആ ഒരു ടേസ്റ്റ് എനിക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും അവൾക്ക് അല്ലെങ്കിൽ ഈ ഫുഡൊക്കെ കഴിക്കുന്ന കാര്യം ഒരു മടിയാണ്, എന്നാലും കഴിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.